Hello and welcome back to Mr. Journey Wheels. ഇന്ന് നമ്മുടെ ഉള്ളത് ദി ഓൾ ന്യൂ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു KVR എടക്കര, മാരുതിയുടെ ഒഫീഷ്യൽ ഡീലറാണ് നമുക്കിന്ന് മാരുതി സ്വിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ദം. ഞാൻ അവരുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ കോൺടാക്ട് വിത്ത് ദം ഫോർ സെയിൽസ് എൻക്വയറീസ്. ഇപ്പോൾ ഇയറിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ KVR ആയിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിച്ച് ഓഫേഴ്സ് അവൈലബിൾ. സോ കമ്മിങ് ബാക്ക് ടു ദ സ്വിഫ്റ്റ്, ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഐക്കോണിക് ഡിസൈനാണ്. നമ്മൾ ഇത്ര കാലം കണ്ടുവന്ന സ്വിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും സ്വിഫ്റ്റിൻ്റെ ആ ഒരു ലെജൻഡറി ഫീൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിലാണ് മാരുതി ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ZXi വേരിയൻ്റ് ആണ്. ഇതിൻ്റെ മേലെ ZXi പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൂടെ അവൈലബിൾ ആണ്. അതിൻ്റെ അലോയ് വീൽസും എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഇതിന് ആക്ച്വലി മെഷീൻ കട്ട് അലോയ്സ് ആണ് വരുന്നത്. ഡയറക്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് ഈ ബോണറ്റിൻ്റെ ലൈനിങ് എല്ലാം വളരെ വിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു SUV ലൈക്ക് ഫീൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് തോന്നുമെങ്കിലും ഇറ്റ്സ് ഓവറോൾ എ വെരി ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ഡിസൈൻ. എസ്പെഷ്യലി ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് DRLs അവൈലബിൾ ആണ്. അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ആൻഡ് ഈ ഒരു ഗ്രില്ല് വളരെ എംപോസിങ് ആയിട്ടുള്ളൊരു ഗ്രില്ലാണ്. ഈ ഒരു ഗ്ലോസി ഫിനിഷും കൊടുത്തേക്കുന്നത് യു ഗെറ്റ് എ പ്രീമിയം ഫീൽ. ആൻഡ് കമ്മിങ് ടു ദിസ് സൈഡ്, ഫുൾ ഓപ്ഷൻ നമുക്ക് ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. ZXi കൊണ്ട് ഫോഗ് ലാംപ്സ് അവൈലബിൾ അല്ല. ആൻഡ് ഓൾസോ കമ്മിങ് ടു ദ സൈഡ് നമുക്ക് പഴയൊരു സ്വിഫ്റ്റിൻ്റെ പോലത്തെ ഒരു ലുക്ക് തന്നെയാണെങ്കിലും ഈ ഡയറക്റ്റ് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് ഫീൽ. എനിക്ക് പേഴ്സണലി നോക്കുമ്പോൾ ഒരു മിനി കൂപ്പറിൻ്റെ ഒരു ടച്ച് എല്ലാം ഈ ഒരു പുതിയ സ്വിഫ്റ്റിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സിൽ വരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ് തിങ്. ആൻഡ് ഈ ഒരു മാരുതി സുസുക്കിയുടെ ഈ ഒരു വലിയ ഇമ്പോസിങ് ആയിട്ടുള്ളൊരു ലോഗോ തന്നെയാണ് ഫ്രണ്ടിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് പറയാനുള്ളത്. കമ്മിങ് ടു ദ സൈഡ്, അത്യാവശ്യം ലോങ് ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പം ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പഴയ സ്വിഫ്റ്റിൻ്റെ ഈ ഡോർ ഹാൻഡിൽ ഇവിടെയായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇവിടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലോട്ട് മോർ കൺവെൻഷൻ. സ്വിഫ്റ്റിൻ്റെ ഒരു മെയിൻ ഭാഗത്തിൽ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ റിയർ ഡിസൈൻസിലാണ്. കാരണം നമുക്ക് LED ടെയിൽ ലാംപ്സും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇൻഡിക്കേറ്റർ മാത്രമാണ് ഹാലജനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നമുക്ക് സ്വിഫ്റ്റിൻ്റെ ആ ഒരു ലെജൻഡറി ലുക്കും ഐക്കോണിസിറ്റി ഒക്കെ അവിടെ ഫീൽ ചെയ്യുമെങ്കിലും ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ. ആൻഡ് അതുപോലെ നമുക്ക് ടിപ്പിക്കലി സ്വിഫ്റ്റിൽ കണ്ടുവന്നിരുന്ന പോലെ മേലെ അത്യാവശ്യം നാരോ ആയിട്ടുള്ള ഏരിയയും താഴോട്ട് വരുമ്പോൾ വൈഡായിട്ടും വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഇത്തരം ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. ആൻഡ് റോഡ് ഹോൾഡിംഗ് ഇസ് ഓൾസോ വെരി ഗുഡ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ്സിൽ കോർണർ ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ളൊരു ധൈര്യവും നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഡിസൈൻ കാരണം നമുക്ക് കിട്ടും. റൈഡും ഹാൻഡലിങ് കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പറയുന്നതായിരിക്കും. ആൻഡ് ദിസ് കംസ് വിത്ത് ഓൾ ന്യൂ Z സീരീസ് എഞ്ചിൻ, 3 സിലിണ്ടർ ആയിട്ടുണ്ട്. പക്ഷേ വെൻ യു ഡ്രൈവ് ഇറ്റ് നമ്മൾ ഒരിക്കലും 3 സിലിണ്ടറിൻ്റെ ആ ഒരു ഫീൽ വരുന്നില്ല. കാരണം അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാം. സോ ദ ഡിസൈൻ ഇസ് ഓവറോൾ വെരി ഗുഡ്. നല്ല രീതിയിലുള്ളൊരു ഇമ്പോസിങ്, ക്യൂട്ട് ആൻഡ് ഫ്ലാംബോയിൻറ്റ് ഡിസൈൻ എന്ന് തന്നെ പറയാം. കമ്മിങ് ടു ദ ഇൻറ്റീരിയേഴ്സ്, സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ് കയറുമ്പോഴാണ് ഏറ്റവും വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഴയ സ്വിഫ്റ്റിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഈ പുതിയ സ്വിഫ്റ്റിലേക്ക് നമുക്ക് കയറുമ്പോൾ ഫീൽ ചെയ്യും. നമുക്കിവിടെ പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. വൺസ് യു സ്റ്റാർട്ട് ദ കാർ, 3 സിലിണ്ടർ ആണെങ്കിലും ഒരു രീതിയിലുള്ളൊരു വൈബ്രേഷൻസോ നോയ്സോ നമുക്ക് ഐഡിലിങ് അറിയാൻ സാധിക്കുന്നില്ല. ഈവൻ വെൻ യു റൈവ് ഇറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്പോർട്ടി ഇൻഡക്ഷൻ നോയ്സാണ് വരുന്നത്. ZXi വേരിയൻ്റ് ആയിട്ട് പോലും അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ സംഭവം എന്ന് വെച്ചാൽ ZXi കൊണ്ട് 7 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് ZXi പ്ലസിലോട്ട് പോകുമ്പോൾ വി ഗെറ്റ് 9 ഇഞ്ച് ഡിസ്പ്ലേ. ഓക്കെ. ആൻഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വോയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ZXi പ്ലസിൽ നമുക്ക് ഇവിടെ ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ആൻഡ് കമ്മിങ് ടു മീറ്റർ, അനലോഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഈസി ടു റീഡ് നേച്ചറാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. ഒരു രീതിയിലുള്ളൊരു വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്ക് പേഴ്സണലി ഞാൻ ഇത്തരം അനലോഗ് ഡിസൈൻസിനോട് കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഡിജിറ്റലിനേക്കാളും കൂടുതൽ ഈ ഒരു അനലോഗ് ഫീല്, എസ്പെഷ്യലി യു ക്യാൻ സീ ഈ ഒരു ടാക്കോമീറ്ററിൽ എങ്ങനെ പോകുമ്പോൾ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് കമ്മിങ് ടു ദ സ്പേസ്, ഞാനൊരു 6 ഫൂട്ടറാണ് എങ്കിൽ പോലും ദ സ്പേസ് ഇസ് വെരി ഗുഡ്. ഒരു രീതിയിലുള്ളൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ Z സീരീസ് എഞ്ചിൻ, 3 സിലിണ്ടർ എഞ്ചിനാണ്. 81 ഹോഴ്സ് പവർ ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ട് വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണിത്. 25.72 കിലോമീറ്റേഴ്സ് ടു ലിറ്ററാണ് ഇതിൻ്റെ ക്ലെയിം ഫ്യൂൽ എഫിഷ്യൻസി. നമുക്ക് എങ്ങനെ പോയാലും റിയർ വോൾഡ് 20 to 22 കിട്ടും. അതുപോലെ തന്നെ ഓൾ ന്യൂ സ്വിഫ്റ്റിന് ഏറ്റവും നല്ലൊരു ഫാമിലി കാറാക്കി മാറ്റുന്ന ഒരു സവിശേഷത ഇതിൻ്റെ ബൂട്ട് ലിറ്റേഴ്സാണ്. 265 ലിറ്റേഴ്സാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും ഒരു വീക്കെൻഡ് ട്രിപ്പിനെല്ലാം പോകണമെങ്കിൽ അത്യാവശ്യം എല്ലാ രീതിയിലും ഒരു 4 ആളുടെ ബഗേജൊക്കെ കൂളായിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ട്രെയിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഹൈറ്റുള്ള സാധനം വെക്കുകയാണെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ മൊത്തത്തിൽ ഇറ്റ് ഈസ് എ വെരി പ്രാക്ടിക്കൽ കാർ. നല്ല രീതിയിലൊരു സ്പേഷ്യസ് ആയ, നല്ല രീതിയിലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാറാണ്. ഞാൻ ഈ ബാക്ക് സീറ്റ് ഇട്ട് നോക്കാം.
എൻ്റെ ഹൈറ്റ് 6 feet ആണ്, എങ്കിൽ പോലും വളരെ കംഫർട്ടബിളായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പുതിയ എഡിഷൻ എന്ന് പറഞ്ഞാൽ റിയർ AC വെൻ്റ് ആണ്. റിയർ AC വെൻ്റ് ഒക്കെ നമ്മുടെ സാധാരണ ഹാച്ച് ബാക്സിൽ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. ബട്ട് മാരുതി ഹസ് ഗിവൻ ടു ദ ന്യൂ സ്വിഫ്റ്റ്. അതുപോലെ തന്നെ സ്പേസിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് 6 footer ആയിട്ട് പോലും എൻ്റെ നീസ് എല്ലാം ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് അവൈലബിൾ ആണ്. ഈസിയായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ട് പോലും സ്പേസ് ഇസ് വെരി ഗുഡ്. സോ നല്ല രീതിയിൽ നമുക്ക് ഒരു 5 പേർക്കൊക്കെ സുഖസുന്ദരമായിട്ട് പോകാൻ സാധിക്കും. LED ഹെഡ് ലാംപ്സ് ആയതുകൊണ്ട് തന്നെ വളരെ ഒരു നല്ല ഇലുമിനേഷൻ നമുക്ക് രാത്രി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ZXi വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. ZXi പ്ലസിന് നമുക്കിവിടെ ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഹെഡ് ലാംപ്സ് വളരെ നല്ല അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾ ന്യൂ സ്വിഫ്റ്റ് ഓടിക്കുകയാണ്. ആൻഡ് നമ്മൾ ഓടിക്കുന്ന മാനുവൽ വേരിയൻ്റ് ആണ്, ZXi വേരിയൻറ്റ്. ആൻഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇതിൻ്റെ ഗിയർ ബോക്സ് വളരെ സ്മൂത്താണ്. സിറ്റിയിലൊക്കെ ഓടിക്കാൻ വളരെ സ്മൂത്താണ്. ക്ലച്ചൊക്കെ പറഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ചെറുവിരലോണ്ട് അമർത്തിയ പോലെ അമരാവുന്ന ഒരു ക്ലച്ചാണ്. സോ വെരി ഈസി ടു ഡ്രൈവ്. സിറ്റീസിൽ ഓടിക്കാൻ വളരെ ഈസിയാണ്. ആൻഡ് കമ്മിങ് ടു ദ പെർഫോമൻസ് പാർട്ട്, നല്ല രീതിയിൽ ലോ എൻഡ് അവൈലബിൾ ആണ്. ആൻഡ് ആസ് യു ക്യാൻ സീ ഇറ്റ് ഈസ് പുള്ളിങ് വെരി നൈസ്. ആൻഡ് ഓൾമോസ്റ്റ് 6000 RPM വരെ വലിക്കുന്നതാണ്. ആൻഡ് വെർ ഓൾറെഡി ആറ്റ് ക്ലോസ് ടു 100. പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലായാലും ദ ഓൾ ന്യൂ സ്വിഫ്റ്റ് ഇസ് എൻ ആബ്സല്യൂട്ട് ബോങ്കേഴ്സ്. കാരണം ഞാനിതിന് പഴയ സ്വിഫ്റ്റ് ഓടിച്ചപ്പോൾ ആക്ച്വലി ടോപ്പിൻ്റെ ഇതേ ഒരു പുള്ളുണ്ടായിരുന്നു. പക്ഷേ ലോ എൻഡിൽ നമുക്ക് സിറ്റീസിൽ ഓടിക്കുമ്പോൾ പഴയ സ്വിഫ്റ്റിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലോ എൻഡ് പുള്ളില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ 3rd 20ലാണ്. ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി വലിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു യൂ ടേൺ എടുത്ത് നോക്കാം. സ്റ്റിയറിംഗ് എല്ലാം വളരെ ഈസിയാണ്. ആക്ച്വലി ദിസ് ഇസ് വെരി ഈസി ടു ഡ്രൈവ് ഇൻ ദ സിറ്റി. സിറ്റീസിൽ ഓടിക്കാമെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ വെരി ഈസി കാർ. ആൻഡ് ഒരു പുതിയൊരു ഡ്രൈവർക്ക് പോലും ഒരു എഫേർട്ടും ഇല്ലാതെ കംഫർട്ടബിളി ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ബോണറ്റ് അത്യാവശ്യം വിസിബിൾ ആണ്. നമ്മൾ ഒരിക്കലും ഒരു കുഴിയിലിരിക്കുന്ന ഫീൽ നമുക്ക് കിട്ടുന്നില്ല. വിസിബിലിറ്റിയുടെ കാര്യം നമ്മൾ സിറ്റീസിൽ ഓടിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മാരുതി ഹാസ് ജസ്റ്റ് നെയിൽഡ് വിത്ത് ഇറ്റ്. ആൻഡ് എനിക്കിതിന് പെർഫോമൻസിന് കാര്യം വീണ്ടും പറയാൻ തോന്നുന്നതാണ്. ബിക്കോസ് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കേട്ടു, മാരുതി 4 cylinder 3 cylinder പോയി, സോ അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടാവില്ലേ. ബട്ട് ഡോണ്ട് വറി, ഒരു ഇഷ്യൂസും ഇല്ല. ആക്ച്വലി എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു Z series എഞ്ചിൻ BS6 ആക്ച്വലി ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ നല്ല പെർഫോമൻസ് ടു വെയിറ്റ് റേഷ്യോ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിന് 5 speed മാനുവലിന് പുറമെ ഒരു AGS കൂടി അവൈലബിൾ ആണ്. 5 speed AGS ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ റിവ്യൂ കൊണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഐ ഹവ് ഡ്രിവൺ ദി മാരുതീസ് AGS വേരിയൻസ് ആൻഡ് വെരി സ്മൂത്ത് ആണ്. നമ്മൾ ഒരിക്കലും ഒരു AMTയുടെ ഹെഡിനോടോ AMTയുടെ ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് മാരുതി AGS ട്യൂൺ ചെയ്യുന്നത്. പിന്നെ റൈഡും ഹാൻഡ്ലിങ്ങും പറയുകയാണെങ്കിൽ വളരെ നല്ല ഹാൻഡ്ലിംഗ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ബോഡി റോൾ ഒന്നും കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഓൾസോ റൈഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്. നല്ല രീതിയിൽ മാരുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആക്ച്വലി ഒരിക്കലും, ഞാൻ പല കമൻസിലും വായിച്ചു 3 cylinder ആയതുകൊണ്ട് ഞാനെങ്കിലും സ്വിഫ്റ്റ് ഓടിക്കും എന്നൊക്കെ. ഒരിക്കലും പാടില്ല. നിങ്ങൾ എന്തായാലും മാരുതി സ്വിഫ്റ്റ് എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് 3 cylinder ആക്ച്വലി ഡൗൺഗ്രേഡ് ആണോ അപ്ഗ്രേഡ് ആണോ എന്ന് ഫീൽ ചെയ്യുള്ളൂ. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു KVR എടക്കര മാരുതി. കാരണം നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് എടക്കര മാരുതിയുടെ ഒഫീഷ്യൽ ഡീലറായ KVR മാരുതിയാണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു ദം. നമ്മൾ അവരുടെ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. സോ യു ക്യാൻ കോൺടാക്ട് വിത്ത് ദം. സെയിൽസ് എൻക്വയറീസും കാര്യങ്ങളും നമുക്ക് അവർ കോൺടാക്ട് ചെയ്താൽ മതി. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.